ലാസ്റ്റത്തെ കുറെ ദിവസം നമ്മള് ഫാം ഉണ്ടാക്കിയോണ്ട് ഇന്ന് ഫാമിൽ നിന്ന് വേറൊരു സാധനം ഉണ്ടാക്കുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ഫാമിൽ ചെന്നിട്ട് കുറച്ച് സാധനം എടുക്കണം. ഇപ്പൊ ഇരിക്കുന്ന ബീച്ചൊക്കെ വന്ന് വീഴാൻ തുടങ്ങി. അവിടെ ഞാൻ നമ്മുടെ ഓട്ടോഗ്രാഫ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വരുന്നുണ്ട്, അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുത്ത് ക്രാഫ്റ്റ് ചെയ്യണം. പിന്നെ ബ്രെഡും വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ പണി എന്താന്ന് വെച്ചാൽ ഫുള്ള് നമ്മളെ വീടൊന്ന് വൃത്തിയാക്കണം, വീടും പരിസരവും. ഇന്ന് ഡീഫോറസ്റ്റേഷൻ ഡേ ആയിട്ട് നമ്മളെ കൂട്ടുകയാണ്. ഇന്ന് ഇവിടെ ഫുള്ള് ഞാൻ വൃത്തിയാക്കി വെക്കും. അതാണ് ഇന്നത്തെ ഗോൾ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. കുറെ എടുക്കാണ്ട് എന്തായാലും അത് ചെയ്യാം. നമ്മളെ ഷവര് പൊട്ടാറായിട്ടുണ്ട്. എപ്പോഴും നിമിഷവും പൊട്ടി. അപ്പൊ ഇതിന് നമുക്ക് ഒരുപാട് ഷവര് വേണ്ടി വരും. അതിനുള്ള ഫുഡ് എന്റെ ഇല്ല, അത് വേറെ കാര്യം. എന്തായാലും ബാമ്പുള്ള നല്ലൊരു കാര്യം തന്നെയാണ്. ആദ്യം നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് പെട്ടെന്ന് വളരെയും അത് ഒരു നല്ല കാര്യമാണ്. ഓക്കെ, എന്തായാലും 7 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഏതാണ്ട് ഒരു 3 ശബരിയിൽ ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ് 3 എടുത്തിട്ടുണ്ട്. എന്തായാലും 3 തികയില്ല. ഇത് ഫുള്ള് പൊട്ടിച്ചെടുക്കാതെ ഇവിടെ ഫുൾ നല്ല ടൈം എടുക്കും കേട്ടാ. രണ്ടാമത്തെ ഷവൽ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഷവൽ ഓക്കെ. അങ്ങനെ നമ്മള് ഇവിടെ അത്രയും കുഴിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കുഴിയായിരുന്ന കാലമൊക്കെ നമ്മൾ ഈ ബ്ലോക്ക് വെച്ച് തീർച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേറെ 3 മിനിറ്റായിട്ടാണ് തോന്നിയിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി കുറച്ച് ടൈം എടുത്തായിരുന്നു. അപ്പം ഇവിടെ ഇനിയും വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഫാം ഉണ്ടാക്കാനായിട്ട് ഒരു ഐഡിയ വന്നത്. അപ്പൊ എന്തായാലും ഐഡിയ വന്നിട്ട് അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന്റെ ഹൈറ്റ് ഏതാണ്ട് ഇത്ര വരും. ഏതാണ്ട് ഈ ഒരു കോർണറിലാക്കിയാലോ എന്നാണ് എന്റെ വിചാരം. അതിൽ അത്യാവശ്യം ഹൈറ്റും വരുന്നുണ്ട്. ഈ സ്ഥലം ഇത് മതിയാവോ എന്നാണ് ഒരു പ്രോബ്ലം. അത് വേറെ എവിടെയെങ്കിലും വെക്കണം. ഇവിടെ ഇപ്പൊ തന്നെ ഒരു വൃത്തിയായതുണ്ട. നമ്മളെ വീടിന്റെ ഫ്രണ്ടൊക്കെ കണ്ടാമോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആ കോർണറിൽ തന്നെ ഉണ്ടാക്കാമായിരുന്നു എന്നാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒരു വൃത്തിയാക്കണം. നമ്മൾ വൃത്തിയാക്കണ ഇത് മിഷൻ തീർന്നിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ എൻവയോൺമെന്റ് ഫുള്ള് വൃത്തിയാക്കി സൂക്ഷിച്ച ഈ പൊല്യൂഷനിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. അത് നമ്മുടെ മൈൻഡിന് ഒരു ചെറിയ പീസും കിട്ടും, സമാധാനം. ഓക്കെ, അപ്പൊ
ഇവിടെയും കൂടെ ഞാൻ വൃത്തിയാക്കിയിട്ട് ഇതാണ് പറഞ്ഞത്. എന്റെ ഷവല് പൊട്ടി. ഷവല് നിർമ്മിക്കാനുള്ള വുഡ് എന്റെ ഇല്ല. ഷവലിന് മാത്രമല്ല വേറെ ഞാൻ പറഞ്ഞില്ലേ ഫാം ഉണ്ടാക്കണം. അപ്പൊ അതിനുള്ള വുഡ് എന്റെ ഇല്ല. അതാണ് ഒരു പ്രോബ്ലം. ഈ വുഡിന് വല്ല ഫാമും ഉണ്ടാക്കേണ്ടി വരും എനിക്ക് മിക്കവാറും. വുഡിന് നല്ല പ്രശ്നമുണ്ട്. വുഡ് ഇവിടെ മിക്ക സാധനത്തിനും വേണമെന്നുണ്ട്. അത് മാത്രമല്ല ബോൺ മില്ല് തീർന്നു. അത് വളരാനും പാടാണ്. എനിക്ക് ഭയങ്കര പാട് ഇത് എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള കുറച്ച് സാധനം ഞാൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. കുറച്ച് വുഡ് കിട്ടുകയും ചെയ്തു. എന്നാലും അത് തികയില്ല നമുക്ക് ഉണ്ടാക്കാനായിട്ട്. പറഞ്ഞത് നമുക്ക് വുഡിന് നല്ലൊരു ഫാം എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം. വുഡിന്റെ ഫാം ഇവിടെ വളരെ അത്യാവശ്യവും. കുറച്ച് ബോൺ മില്ലും കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാം ഇതെല്ലാം എടുത്ത് ചെയ്തിട്ട് വരാതെ. അപ്പോഴേക്കും ഉള്ളത് വെച്ച് നമുക്ക് കുറച്ച് ജസ്റ്റ് ഓക്കെ ഇതൊന്നും പോയി നമുക്ക് ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് ഓക്കും കിടപ്പുണ്ട്. ഏതാണ്ട് ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വെക്കാനായിട്ട്. ഇവിടെ ജസ്റ്റ് ഇതായിരിക്കും നമ്മളെ സാധനം വന്നിരിക്കാനുള്ള സ്ഥലം. പിന്നെ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു 30 ബ്ലോക്കോളം നമുക്ക് കുടിക്കേണ്ടി വരും. അത് ഞാൻ കുഴിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ സ്പേസ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെസ്റ്റ് വെച്ച സ്ഥലം ആഴത്തിൽ മാറിപ്പോയി. ഏതാണ്ട് ഇപ്പുറത്താണ് വെക്കേണ്ടിയിരുന്നത്. ഇതാ ഇവിടെ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. അല്ല, ഇപ്പൊ കറക്റ്റ് ആയില്ല. കൂട്ടിയിട്ട് ഇപ്പോഴാണ് കറക്റ്റ് ആയി. ഓക്കെ, എന്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്കിനി 18 ചെസ്റ്റോളം നമുക്ക് വേണം. അപ്പൊ ഒരു വുഡ് 4 ബ്ലോക്ക് തരും. അങ്ങനെയാണെങ്കിൽ 2 വുഡ് വെച്ച് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ഒരു ചെസ്റ്റിന് 2 വുഡ് ആണെങ്കിൽ 18 ചെസ്റ്റിന് 18×2, അതായത് 36 വുഡ് വേണ്ടി നമുക്ക് 18 ചെസ്റ്റ് ഉണ്ടാക്കാൻ. therefore എന്റെ ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള വുഡില്ല. സോ ഞാൻ പോയി അത് ഒപ്പിച്ചിട്ട് ഇതാ പറഞ്ഞേ. അപ്പൊ അതെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഹോപ്പറും ആക്കിയിട്ടുണ്ട് കേട്ടാ.
പിന്നെ ഹോപ്പർ ഉണ്ടാക്കാൻ പാടില്ല, ജസ്റ്റ് കിട്ടിയാലേ. പിന്നെ നമുക്ക് ഈ ഹോപ്പർ ഇവിടെ ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി. ഈ ഹോപ്പർ കിട്ടാനായിട്ട് ഉള്ള അയൺ എന്റെ ഉണ്ട്, പക്ഷേ ഹോപ്പർ ഉണ്ടാക്കാനുള്ള ചെസ്റ്റാണ് എനിക്ക് പാട് കിട്ടാനായിട്ട്. അടുത്തൊരു വുഡ് ഫാം ഉണ്ടാക്കിയതാണ് എന്റെ മൈൻഡിലുള്ളത്. പക്ഷേ വുഡ് ഉണ്ടാക്കാനായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഉണ്ട്, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മറ്റേ ടീന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ എന്തോ. ടോർച്ചിന്റെ അത് വരുന്നില്ലല്ലോ, എവിടെയും പ്രശ്നം ആവാണ്. അപ്പൊ നമ്മുടെ ഇത് വർക്ക് ചെയ്യാൻ ഈ ഹോപ്പർ ഫാം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതാണ്ട് 1%, 10% നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ ഫാമിന്റെ. അപ്പൊ ബാക്കി കുറച്ച് സാധനം എടുക്കാനുണ്ട്. അതിൽ മെയിൻ സാധനം ഒരു മിനിറ്റ്, നമുക്ക് അങ്ങോട്ട് ചാടാൻ പോസിബിൾ അല്ല, അത് പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് ഐറ്റംസ് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാവേ. ഓക്കെ, നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ വേണം. അവിടുന്ന് എന്താന്ന് വെച്ചാൽ ഈ വെള്ളം ഇവിടെ വയ്ക്കണം. അല്ല, വെള്ളം ഇവിടെ വയ്ക്കണം തന്നെ, വെള്ളം എടുക്കണം നമുക്ക്. 3 ആണെങ്കിൽ ഓക്കെ. നമുക്ക് ഈ ഹോപ്പറിന്റെ ഉണ്ടെങ്കിൽ ഇതാണ് വെക്കേണ്ടത്, മഡ് ബ്ലോക്ക്. ഓക്കെ, അത് വെക്കാനായിട്ട് ഡേർട്ടിനുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ മഡ് കിട്ടും. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വാട്ടർ വെച്ച് ഒരു ബോട്ടില് ക്ലിക്ക് ചെയ്തു, ഒരു ഡേറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്റെ 3 ഉണ്ട്. അപ്പൊ എനിക്ക് 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കി കിട്ടാൻ നമുക്ക് എപ്പോഴെപ്പോഴും പോകണ്ട. എളുപ്പത്തിൽ അവിടെ തന്നെ എടുത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോ അതെ, ഇവിടെ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ട് നിർത്തി ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തിട്ട് കേട്ടാ, ഡേർട്ടിൽ ഒക്കെ ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, പിന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതെല്ലാം ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മള് ഇവിടെ നിന്ന് വാട്ടർ എടുത്ത് ഇവിടെ നിന്ന് അങ്ങറ്റത്തൊന്ന് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് വെക്കാനുള്ളത് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ബ്ലോക്ക് വെച്ചിട്ട് എന്നിട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ നടത്തിട്ട് അവിടെ പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നമുക്കിനി വാട്ടർ സോഴ്സ് ഡിലീറ്റ് ചെയ്യണ്ട, കാരണം അത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന്റെ മണ്ടയിൽ ഫുള്ള് ബ്ലോക്ക് വെക്കണം, വെള്ളത്തിന്റെ മണ്ടയിൽ ഫുള്ള്. അതിനുള്ള ഡേറ്റന്റെ ഉണ്ട്. പിന്നെ അതിന്റെ മണ്ടയിൽ പിസ്റ്റൺ വെക്കണം. അപ്പൊ പിസ്റ്റൺ വെക്കാനായിട്ട് എന്റെ വുഡില്ല. അതെ, അപ്പോ ഏതാണ്ട് ഒരു വുഡിന് 4 പ്ലാന്റ് കിട്ടും. പിസ്റ്റന് 3 മതി. അപ്പോ നമ്മൾക്ക് 30 പിസ്റ്റൺ വെക്കണം. അതായത് 90 പ്ലാന്റ് വേണം. അപ്പോ ഒരു വുഡിന് 4 പ്ലാന്റ് കിട്ടുമെങ്കിൽ ഏതാണ്ട് 22.5, അതായത് 23 ഇത് വുഡ് നമ്മൾ പൊട്ടിക്കണം. നമ്മുടെ ഒരു പിസ്റ്റൺ ഉണ്ട്, അതുകൊണ്ട് ഏതാണ്ട് 22 വുഡ് പൊട്ടിക്കണം. ഞാൻ പോയി 22 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്തിട്ട് വരാം, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഞാൻ പോയി എന്തായാലും എന്റെ ആക്സ് ഉണ്ടല്ലോ, അത് പൊട്ടുന്നവരെ ഞാൻ പോയി വുഡ് കളക്ട് ചെയ്തിട്ട് പറഞ്ഞേ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പിസ്റ്റൺ കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനായില്ലേ.
നമുക്ക് ഇതില്ല, റെഡ് സ്റ്റോൺ ഇല്ല. നമുക്ക് പക്ഷേ ഇതുണ്ട്, ആവശ്യമുള്ള സ്റ്റോൺ ഉണ്ട്. റെഡ് സ്റ്റോൺ തീർന്നു. അപ്പൊ നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. ചിലപ്പോ മോഫാറ്റി വിച്ച് തന്ന റെഡ് സ്റ്റോൺ വല്ലതും കാണും. നോക്കട്ടെ. 11 ഉണ്ട്. എന്തായാലും കുറച്ചുകൂടെ എവിടെ ഗ്രൈൻഡ് ചെയ്തിട്ട് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് 25ഓളം റെസ്റ്റോൺ കിട്ടി. ഓക്കെ, ബാക്കി ആറുണ്ട്. എത്രയായി? 29 മതി. ബാക്കി 8ഓളം റെസ്റ്റോൺ ഉണ്ട്. പക്ഷെ ആവശ്യമുണ്ടാവുന്ന സാധനങ്ങളുണ്ട്. എന്തായാലും സിസ്റ്റം വെച്ചിട്ട് വരാം നമുക്ക്. സിസ്റ്റം വെച്ച ഏതാണ് പാതിയോളം പണി കഴിഞ്ഞു. പിന്നെ ചെറിയ ചെറിയ പണി, പക്ഷെ അതിനുള്ള മെറ്റീരിയൽസ് കയ്യില്ലെന്നേ ഉള്ളൂ. ഏതാണ്ട് 1 2 3 ഓക്കെ. അപ്പൊ അത്ര പോകും. ഇനി സാധനം വയ്ക്കാനുണ്ട്. അത് ഞാൻ എന്താ വരുന്നു സാധനം. പിന്നെ ഉണ്ടെങ്കിൽ ഈ ഡേർട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് 1 ഇനി 2 ബ്ലോക്ക് വിട്ടിട്ട് 2, ഇനി 2 ബ്ലോക്ക് വിട്ടിട്ട് 3, 2 ബ്ലോക്ക് വിട്ട് 4, 2 ബ്ലോക്ക് വിട്ട് 5. യെസ്. ഇവിടെ 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 ഓക്കെ. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് പിന്നെ തീർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മോഫാമിന് ഇനി കിട്ടുന്നുണ്ടോ? നൈറ്റില് കിട്ടുമോ? മൈനിങ്ങിന് ഓക്കെ, മൈനിങ് ചെയ്യാൻ തന്നെ പോവാതെ നടക്കും. അതിന് മുമ്പ് ഷീൽഡ് എടുത്തില്ല. ഷീൽഡ് എടുത്തിട്ട് വരാം. ഷീൽഡ് വരാൻ ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് നമുക്ക് ഇമർജ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇല്ല. ഇങ്ങനെ ഇതൊക്കെ എത്ര കണ്ടേ. ഇനി ഞാൻ അന്ന് വന്നപ്പോ ഇവിടെ എവിടെയോ അത് വെള്ളത്തിൽ കിട്ടും. അന്ന് ഞാൻ ഇവിടെ എവിടെ വന്നപ്പോഴേ ഞാൻ കണ്ടതായിരുന്നു. ആ സൈഡിൽ എവിടെയാണ് ഞാൻ കണ്ടത്. ചാടിയ പണിയിട്ടു. ഓക്കെ, ഇനി കണ്ട് ഇവിടെ വെച്ചിട്ട് ചാടുക. ഓക്കെ, വലിയ എടുത്ത് ചാടിയാൽ പിന്നെ സ്റ്റേറ്റം വന്നാ പേടിക്കൊന്നും വേണ്ട. കാരണം പ്രോ അല്ലേ. ഒരു ഐഡിയ ഇതായി ഷീലടിച്ചിട്ട് പിടി അടിക്കാനുള്ള സാധനം എടുത്തില്ലെന്ന് തോന്നുന്നു. കണ്ട ഈ ചാട്ടമൊക്കെ ആരെ കൊണ്ട് പറ്റും? താഴെ വീഴൂ. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് നിൽക്കുന്ന മതി. കുറെ പേരെന്നെ കണ്ട് വരുന്നുണ്ട്. വിട്ടവൻ അടിക്കോ, പേടിക്കാനില്ല. വെറും സോംബി തന്നെ അടിക്കണം. ഗോൾഡ് ഇവിടെ റെഡ് സ്റ്റോൺ ഇല്ലേ? ഇവിടെ എവിടെയായിരുന്നു റെഡ് സ്റ്റോൺ കണ്ടത്? ആരെ പേടിക്ക, എടുത്തങ്ങ് ഓടിയത്.
ആര് ഇങ്ങോട്ട് വന്നു? ഒന്നൂടെ ഇല്ല. ഓക്കെ, താങ്ക് യു. ഒരാളായിരുന്നു വന്നല്ലോ. ഇനി ഞാൻ റെസ്റ്റോറന്റ് എത്തിയൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി എനിക്കറിയാം ഡയമണ്ട് ഉണ്ടെന്ന്. പിന്നെ എനിക്ക് വരാൻ മടിയായി അങ്ങനെ വരാറുണ്ട്. അറിയാൻ എനിക്ക് ഡയമണ്ട് എവിടെ ഉണ്ടെന്നൊക്കെ മുളത്തറിയാൻ പറ്റും. പക്ഷെ റെസ്റ്റോറന്റ് പണം കിട്ടുന്നില്ലല്ലോ. ഇപ്പോണ്ട് അവിടെ ഇരിപ്പുണ്ട്. എങ്ങനെ പോവാ? മറ്റേ സോംബി എല്ലാം അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ. ഇവിടെ പെട്ടെന്ന് കൂട് കെട്ടാം. പേടിച്ചിട്ടൊന്നുമല്ല, സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. കുഴപ്പമില്ല, 5 കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു സ്റ്റാഫോളം ഒപ്പിച്ചിട്ടേ വന്ന് പോകുന്നുള്ളൂ. എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ വയ്യാനല്ല, എന്തോ അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. കണ്ടാ, നമുക്ക് അവിടെ പോയി എടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ട കർത്തവ്യം നമുക്കുള്ളത് കൊണ്ടും നമ്മൾ വലിയ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നടക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്നത് പേടി കൊണ്ടല്ല, ജാഗ്രത മാത്രമാണ്. എന്തായാലും ജാഗ്രതയൊന്നും വേണ്ട. എന്നെ ആദ്യം എവിടെ അടിക്കുക? ഇത് ഡോമിനോടാണ്. അയ്യോ, ബ്ലോക്ക് തോന്നുന്നു. അവിടെ ഇരിപ്പുണ്ട് ഡയമണ്ട്. നമുക്കിവിടെ ഡയമണ്ട് ഫുള്ള് മൈൻ ചെയ്യാൻ വരണം. ഈ വീട്ടിൽ ഒരു ഡയമണ്ടോ ഇല്ലാണ്ടാക്കിയിട്ട്. ഓക്കെ, സൈഡ് ഒന്ന് എടുത്തിട്ട് പിന്നെ ബാക്കി 2 ഉണ്ടല്ലോ അല്ലേ? അത് പറഞ്ഞിരുന്നു എല്ലായിടത്തും. ഓക്കെ. ലവ് കുറെ ഉണ്ട്. പൊട്ടറാ, ധൈര്യമുണ്ട് പൊട്ടറാ. അയ്യേ. ഓക്കെ. ഇവിടെ പിന്നെ മാറിയുമ്പോ നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്യാൻ പറ്റൂ, മാറിക്ക. ഞാൻ പിന്നെ വിളിക്കുന്നു, നീ ഇപ്പൊ നോക്കിക്കോ. പാവം ചെയ്യണമെന്ന് പറയുമ്പോ അടി വേണമെന്ന് പറഞ്ഞു. അതെ, കം ടു ദ പോയിന്റ്. നമ്മൾ റെഡിസ്റ്റോടെ ഇരിപ്പുണ്ട്. അത് ശരി, നീ കൂട്ടത്തോടെ വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ധൈര്യം ഒറ്റയ്ക്ക് വരാം. നാണം കിട്ടാൻ. ഓക്കെ, നമുക്കിപ്പം ഏതാണ്ട് സ്റ്റാക്ക് ആയില്ല. ഇപ്പൊ ആവും. ഇവൻ വലിയ ശല്യമാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് അവിടെ കുറച്ചുണ്ട്. കൊള്ള വുഡ് മാത്രം എടുത്തോന്നു. എത്ര സ്റ്റാക്ക് ഡേർട്ട് ഇങ്ങനെ അതൊന്നും എടുക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള വുഡ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കുറച്ച് ദൂരോട്ടായി പോയി. ഇതെടുത്തോ, ഇതും എടുത്തോ, ഇതും എടുത്തോ. അതെടുത്തില്ല, അതവ എടുത്തോ. അത് നിന്റെ അടുത്തല്ല എടുക്കാൻ പറഞ്ഞ. അത് ശരി. എടുത്തെടുത്ത് വൃത്തികെട്ട. അല്ല, നിനക്കൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട 2 ലക്ഷം പിടിക്കാൻ 5 ലക്ഷം മുടക്കാൻ മടിക്കില്ല.
വാടാ ഒറ്റയ്ക്ക് വേണം എടാ ഒറ്റയ്ക്ക് വാടാ എന്നെ കണ്ട ഞാൻ നോക്കണ എടാ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഷീൽഡ് മുറിച്ചാണ് വന്നേക്കുന്നത് നീയൊക്കെ രണ്ട് സൈഡിൽ അടിക്കുന്നു കേട്ടോ നീ മാറിപ്പോടാ ലോ വരുന്ന അടുത്ത പോണം അവിടെ കൂടെ ഉണ്ടാക്കി ഒളിച്ചിരിക്കണേന്നല്ല സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം ഓക്കെ വാടാ പോണോ ചത്തു നിങ്ങൾ ചത്തു എന്നാ ഞാൻ പറഞ്ഞു കേട്ടോ മാറിപ്പോടാ അവിടെ റെസ്റ്റ് എടുത്തോളൂ ഞാൻ എന്താ വരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടോട്ട് വേണം ഇതിന്റെ ഇടയിലോട്ട് വേണം ഞാനാണെന്ന് പറഞ്ഞാൽ നീയൊന്നും വരൂല അതുകൊണ്ട് ഞാൻ പറയില്ല അതൊക്കെ അത്ര ഉള്ളു വാടാ പൊളിച്ചിരിക്കുന്നത് മറന്നുപോയി ഞാൻ ഇങ്ങോട്ട് വേണം അന്ത ഭയം ഉറക്കണം ഇതാ അടുത്ത് ഇതറ നീയൊക്കെ ഉറുമ്പ കോലത്തം കഴിഞ്ഞ അടുത്ത വരെ വാള നോ മറന്നുപോയ നേരം ഞാൻ ഓക്കെ കഴിഞ്ഞ ഷേർഖാൻ നിൽക്കുന്നു ഷേർഖാനെ വിളിച്ചു വരുത്താം ഇങ്ങോട്ട് വാടാ ഷേർഖാൻ എവിടെയാ വാടാ ഷേർഖാൻ നീ മറന്നുപോയ വാടാ ഇങ്ങോട്ട് വാടാ എന്റെ അടുത്തോട്ട് വാടാ പേടിച്ചു ഞാൻ നിന്റെ കണ്ണിൽ കാണാൻ നോക്കിയ നീ എന്റെ അടുത്ത് വാടാ നിർത്തി കെട്ടാനെ പേടിച്ചു നിനക്ക് വെള്ളത്തിന്റെ പേടിയാ കുളിക്കാത്തവന് അങ്ങോട്ട് അടുത്തോട്ട് വാടാ പിന്നെ അല്ല കഴിഞ്ഞോ ഷേർഖാൻ ഇനി ഒരു 100 പേരെ ഇവിടെ അയക്കുന്നു നീ അയച്ചു ഞാൻ ഓടില്ല ഞാൻ പോയിട്ട് പിന്നെ വരാം ഓക്കെ നമുക്ക് നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റാറ്റിന് മേലെ റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് ഇനി വീട്ടിലോട്ട് ഓടുക അല്ല ഓടുക നല്ല പോവുക ഓടുകയൊന്നും വേണ്ട ആരും പേടിക്കാൻ പെട്ടെന്ന് എന്നോടാണോ കളി ഓക്കെ നമ്മളിവിടെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറുന്നു ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി അത് വേറെ കാര്യം ഒരു മിനിറ്റ് ഞാൻ അവിടെ എന്തോ കണ്ടറിയോ ഞാൻ വിചാരിക്കുന്നത് തന്നെയാണോ അത് തന്നെ നല്ലേനും അങ്ങനെയല്ല എന്റെ കയ്യിൽ നല്ല സാധനം കിട്ടാൻ പോകുമ്പോ കുറെ വൃത്തിയാട്ടന്മാര് വരും പോടാ വൃത്തിയാട്ടം ഓക്കെ എനിക്ക് മോളിലായി പോയില്ലായിരുന്നു ഞാനേ വെറും കൈ വെച്ച് ഇന്നേക്ക് നേരിട്ട് അയ്യോ സോറി ഞാൻ പോകുന്നേ എന്താ എനിക്ക് മാത്രം ഇത്രയും ഡയമണ്ട് കിട്ടുന്ന എനിക്ക് എവിടെ കൊണ്ടുവയ്ക്കാനാണ് പിടിക്കോ അത് പോയി ശരി അത് എടുക്കണം അത് എടുക്കണം ഞാൻ പോണു എന്താ പോലെ കിട്ടോ ഫുഡും കൊണ്ടുപോകാൻ ഫുഡ് അത്രയും തീരുകയും ചെയ്തല്ലോ എനിക്ക് വേണ്ട നീ എടുത്തോടാ
ഞാൻ വീട്ടിലെത്തിയടാ. അവിടുത്തെ പേടിച്ചോടുമ്പോ ഇങ്ങനെയാണോ നീയൊക്കെ ശല്യം ചെയ്യുന്നത്? വൃത്തികെട്ടവനെ, നിനക്ക് നാണുന്നുണ്ടോ? ഞാൻ പിന്നെ ഫോണാ നീ. ഒരാൾ പേടിച്ചോടുമ്പോ അവനെ നീയൊക്കെ വെറുതെ വിടണം. പേടിച്ചോടില്ലല്ലോ. ഞാനായാലും പയ്യെ വീട്ടിൽ എത്തിയിട്ട് വരാം. അപ്പൊ നമ്മള് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റെസ്റ്റോറന്റ് അടിയിൽ നമ്മള് ഈ ടോർച്ച് ഇങ്ങനെ വച്ചു കൊടുത്താൽ മതി. അതുകൂടെ എല്ലായിടത്തൂടെ അങ്ങനെ വച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫുള്ള് കംപ്ലീറ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആ പറഞ്ഞൊക്കെ ഫാം ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മള് ഷുഗർ കെയിൻ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേടാ, ഷുഗർ കെയിൻ ഫാം ആന്ന് പറയുമ്പോഴത്തേക്കും അല്ല പ്രത്യേക കാര്യമൊന്നുമില്ല. ഈ വീട്ടിൽ കൂടെ ഒഴുകിയിരിക്കും. എനിക്ക് ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഇങ്ങോട്ട് എടുക്കാൻ വരുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കൈയ്യെത്തും ദൂരത്ത് എല്ലാ സാധനങ്ങളും, അതാണ് എന്റെ പോളിസി. ഷുഗർ കെയിൻ ഇതിപ്പോ അവിടെ ഇരിക്കുന്ന നല്ല വൃത്തിയായിട്ട് ഒരിടത്ത് ഒതുങ്ങിയിരുന്നോളും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കണ്ട. ഇതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരില്ല. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പൊട്ടിച്ചില്ലേ ഇത് വളരുന്ന നിന്നു. നമ്മളെ ടൈമും പോകും. ഇത് നിൽക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കുറെ കിട്ടുകയും ചെയ്യും. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനാണ് ഞാൻ അവിടെ ആ ഫാം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇത് നമ്മളെ ആവശ്യത്തിനുള്ള എല്ലാം അടുത്ത സ്ഥിതിക്ക് നമ്മുടെ ഫാമിലോട്ട് ചെല്ലുന്നു. ഇത് അവിടെ നിന്ന് പ്ലാന്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളെ ഈ ബാമ്പ് നമുക്ക് ആവശ്യത്തിൽ ഏറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഉടനെ പൊട്ടിച്ച് മാറ്റും. ബാമ്പ് എനിക്ക് ആ വീട് അത് അങ്ങനെ ഇരിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ഇത് വെക്കാണ്ട് ഗ്ലാസ് മൂന്നാലാണോ? ഗ്ലാസ് കിട്ടുന്ന ഗ്ലാസ് ഇല്ല. മൂന്നെണ്ണേ ഉള്ളൂ. നമ്മളെ ഫർണിഷിൽ കാണുമല്ലോ. ഫർണിഷിലുണ്ട്. ഇനി കുറച്ച് ഡേർട്ടൂടെ ഇരിക്കട്ടെ, ആവശ്യം വരും. അല്ല ആവശ്യം വരുമല്ല, ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഇത് തുറക്കാൻ പറ്റൂല. ആ സ്ഥിതിക്ക് ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റൂല. ഓക്കെ, ഏതാണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ പ്ലാൻ വയ്ക്കാം. ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോട്ട് പിന്നെ മണ്ട ഒന്ന് വൃത്തിയെടുക്കാം. അതിന് മുമ്പ് ഇങ്ങനെ എല്ലായിടത്തും വച്ചു കൊടുത്താൽ ആദ്യം കുറച്ച് ചാട്ടം കാണും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ അതിന്റെ മണ്ടയിൽ ഏതെങ്കിലും പൊങ്ങി വന്നാലേ അത് ചാടുള്ളൂ. അതായത് നമ്മളെ ഈ ഷുഗർ കെയിൻ വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് അതിന് ചാടുള്ളൂ. ഉണ്ടാവും, തീർന്നു. ഇനി ഇവിടെ ഒന്ന് കവർ ചെയ്യണം. ഞാൻ കവർ ചെയ്തിട്ട് വരാം. ഇപ്പം വച്ച് നമ്മൾ തീരാറായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ വെച്ചപ്പോ അത്ര വൃത്തിയില്ല. അത് ഞാൻ അടുത്ത എപ്പിസോഡ് വൃത്തിയാക്കി വയ്ക്കാം. കാരണം ഇപ്പൊ തന്നെ വലിയ എപ്പിസോഡായി. മറ്റേ എപ്പിസോഡ് ഞാൻ പാതി വരെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചാ, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് മാത്രമല്ല നമുക്ക് കുറച്ചുകൂടെ സാധനത്തിന്റെ ഒക്കെ വെച്ചാൽ അത് വലിയ എപ്പിസോഡായിപ്പോ. ഇനി ഏതാണ്ട് ഇവിടെ നമുക്ക് പ്ലാങ്ക് വെച്ചിട്ട്
ഇവിടെയും പൊട്ടിച്ച് പ്ലാൻ വെക്കണം. ഇവിടെ ഫുള്ള് നമുക്ക് പ്ലാൻ വെക്കണം. ഓക്കെ, ഈ അങ്ങോട്ടും പ്ലാൻ ചെയ്യാൻ വെച്ചാൽ മതിയായി. ഞാൻ പ്ലാൻ വെക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. ഓക്കെ, ഏതാണ്ട് ഇത്ര ബോറാക്കി ഇപ്പോൾ. അല്ല, ബോറെന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ കാണാനാണ്. അതിനടുത്ത എപ്പിസോഡ് ശരിയായിട്ട് വെച്ചോളാം. എന്റെ ഡേർട്ട് തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നതാണ്. ഓക്കെ, നമ്മളെ ഫാം ഇങ്ങനെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 90% കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് ഇവിടെ ഒന്ന് എന്തുകൊണ്ടൊന്ന് എന്താ ഒന്ന് സിങ്ക് ചെയ്ത് വെക്കാനാണ് കുറച്ച് ടൈം ഉള്ളത്. അത് നല്ല ടൈം എടുക്കുകയും ചെയ്യും. ഇപ്പൊ ഇതാണ് നമ്മളെ ഫാമിന്റെ ഫൈനൽ ലുക്ക്. ഇവിടെ ഇപ്പൊ ഇത്തിരി വൃത്തിയായിട്ടുണ്ട് അല്ലേ? അതെ, ഇവിടെ നമ്മളെ പിസ്റ്റൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഷുഗർ കെയിൻ കൂടെ വെച്ചാൽ 100% കംപ്ലീറ്റ്. ഓക്കെ, അതില്ല, അയ്യോ അവിടെ ഒന്നും വെച്ചില്ല. അപ്പൊ ഈ ഫാം വർക്കിംഗ് മനസ്സിലായിരുന്നു. അപ്പൊ ആ വർക്ക് അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഗ്ലാസ് എടുത്തില്ല. അതിന് മുമ്പ് ഇവിടെ ഷുഗർ കെയിൻ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഷുഗർ കെയിൻ ഇവിടെ ഫുള്ള് നിറയണം. അപ്പൊ നമ്മളെ ബാക്കിയുള്ള ഷുഗർ കെയിനാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ 13 വലിച്ചിട്ടുണ്ട്. ഇനി ഇത് എത്ര നിറയുമ്പോ എത്ര ആവും അറിയാം. മുമ്പ് ഇനി ഗ്ലാസ് ഇത് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ആ ഫാമിന്റെ ഫൈനൽ ലുക്ക്. ഇത് നമ്മളെ വീടിന്റെ ഫൈനൽ ലുക്ക്. ഇവിടെയൊക്കെ നമ്മള് ബേക്കൊക്കെ ക്ലീൻ ചെയ്യണം. അതിനു മുമ്പ് പറയാൻ വിട്ട് നമ്മളോട് ചെറുക്കാൻ നമ്മള് ഇത് പറഞ്ഞ ഈ സ്നോ ഫാം ഇത് നമ്മൾ ഉണ്ടാക്കി എന്തിനൊന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നില്ല. നമ്മളെ നെതറിനും കൂടി ചെറുക്കനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെറുക്കനെ വളർത്തണമെങ്കിൽ ഈ സാധനം വേണം. സ്നോബോള് അവന് തിന്നാൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ പറ്റൂലെന്ന് തോന്നുന്നു. എന്തായാലും അവന് ഫുഡ് കൊടുത്ത് ഞാൻ പോയി തിന്നാൻ പോവുകയാണ്. ഇല്ല, ഞാൻ അവനെ എറിഞ്ഞ് കൊല്ലണം തോന്നുന്നു. അല്ലല്ല അവൻ ചത്തില് പറയാം. അപ്പൊ അവൻ ഫുഡ് തിന്നാത്ത സ്ഥിതിക്ക് ഞാൻ റിവേഴ്സ് ഗിയറിലോട്ട് പോകുന്നു ഫുഡ് നിന്ന്. ഓക്കെ, എന്റെ ഹങ്കർ ബാർ ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ റിവേഴ്സ് ഗിയറിൽ കറക്റ്റ് ഒരു അങ്ങനെ കറക്റ്റ് ആ ഡോറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ശരി, ബൈ.